കേന്ദ്രഭരണ പ്രദേശങ്ങൾ. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീർ നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശ പദവി ലഭിച്ചത് 2013 ഒക്ടോബർ 31. ഹൈക്കോടതി എവിടെയാണ്? ശ്രീനഗർ. ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഉറുദു. ഇനി മറ്റ് ഭാഷകൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഉറുദു, കാശ്മീരി, ഡോഗ്രി, ബാൾട്ടി ഭാഷകൾ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിനാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിച്ചപ്പോൾ ജമ്മു കാശ്മീർ ഭരിച്ചിരുന്ന രാജാവാരാണ്? രാജ ഹരിസിംഗ് ആണ്. ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിച്ചപ്പോൾ ജമ്മു കാശ്മീർ ഭരിച്ചിരുന്ന രാജാവ് രാജ ഹരിസിംഗ്. ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന വർഷം 1947 ഒക്ടോബർ 26. ജമ്മു കാശ്മീർ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന വർഷം 1947 ഒക്ടോബർ 26. ജമ്മുവിനെയും കാശ്മീരിനെയും വേർതിരിക്കുന്ന പർവ്വതനിര പീർ പഞ്ചലാണ്. ഓർമ്മിക്കണം, ജമ്മുവിനെയും കാശ്മീരിനെയും വേർതിരിക്കുന്ന പർവ്വതനിര പീർ പഞ്ചൽ. ജമ്മുവിനെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കം ടണൽ ഏതാണ്? ജവഹർ ടണലാണ്. ജമ്മുവിനെയും കാശ്മീരിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കം അല്ലെങ്കിൽ ടണൽ ഏതാണ്? ജവഹർ ടണൽ. ബ്രോഡ് ഗേജിൽ മൗണ്ടൻ റെയിൽവേയിലുള്ള ഏക ഇന്ത്യൻ പ്രദേശം. ബ്രോഡ് ഗേജിൽ മൗണ്ടൻ റെയിൽവേയുള്ള ഏക ഇന്ത്യൻ പ്രദേശം ഏതാണ്? ജമ്മു കാശ്മീരാണ്. ഇനി ഹൗസ് ബോട്ടുകൾക്ക് പ്രസിദ്ധമായ കാശ്മീരിലെ തടാകം ഏതാണ്? ദാൽ തടാകമാണ്. പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ദാൽ തടാകം എവിടെയാണ്? അത് ജമ്മു കാശ്മീർ. നങ്ങപർവ്വതം സ്ഥിതി ചെയ്യുന്ന പാക് അധിനിവേശ എവിടെയാണ്? കാശ്മീരിലാണ്. നങ്ങപർവ്വതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാശ്മീരിലാണ്. അടുത്ത പാക് അധിനിവേശ കാശ്മീരിലൂടെ കടന്നു പോകുന്ന നിയന്ത്രണ രേഖ LOC എന്നറിയപ്പെടുന്ന ലൈൻ ഓഫ് കൺട്രോളാണ്. പാക് അധിനിവേശ കാശ്മീരിലൂടെ കടന്നു പോകുന്ന നിയന്ത്രണ രേഖ ഏതാണ്? ലൈൻ ഓഫ് കൺട്രോൾ. ജമ്മു കാശ്മീർ ചലം നദിക്ക് കുറുകെ സ്ഥിതി ചെയ്തിരിക്കുന്ന ഡാമുകൾ ഏതൊക്കെയാണ്? ഉറി, കിഷൻഗംഗ. ഓർമ്മിക്കണം, ഉറിയും കിഷൻഗംഗയും ഏത് ഡാമുകൾക്ക് കുറുകെയാണ്? അത് ചലം നദികൾക്ക് കുറുകെയാണ്. ഓർമ്മിക്കണം, ജമ്മു കാശ്മീരിൽ ചലം നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമുകളാണ് ഉറിയും കിഷൻഗംഗയുമാണ്. ജമ്മു കാശ്മീർ ചിനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമുകളാണ് ബെഗ്ലിഹാർ അണക്കെട്ട്, സലാൽ, ദുൽഹസ്തി. ഓർമ്മിക്കണം, ഇത് മൂന്നും PSR പ്രീവിയസ് ആണ്. ജമ്മു കാശ്മീർ ചിനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമുകൾ ഏതൊക്കെയാണ്? ബെഗ്ലിഹാർ, സലാൽ, ദുൽഹസ്തി. കാശ്മീരിലെ ഷാലിമാർ, നിഷാദ് എന്നീ ഉദ്യാനങ്ങൾ നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാരാണ്? ജഹാംഗീറാണ്. കാശ്മീരിലെ ഷാലിമാർ, നിഷാദ് എന്നീ ഉദ്യാനങ്ങൾ നിർമ്മിച്ച മുഗൾ ചക്രവർത്തിയാരാണ്? ജഹാംഗീർ. കാശ്മീരിനെ ഭൂമിയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ രാജാവാണ്? ജഹാംഗീറാണ്. കാശ്മീരിനെ ഭൂമിയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച മുഗൾ രാജാവാണ്? ജഹാംഗീർ. കാശ്മീരിനെ ഇന്ത്യയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. കാശ്മീരിനെ ഭൂമിയുടെ സ്വർഗം എന്ന് വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. 19ാം നൂറ്റാണ്ട് വരെയുള്ള കാശ്മീരിൻ്റെ ചരിത്രം വിവരിക്കുന്ന കൽഹണൻ്റെ കൃതി ഏതാണ്? രാജതരംഗിണിയാണ്. 10ാം നൂറ്റാണ്ട് വരെയുള്ള കാശ്മീരിൻ്റെ ചരിത്രം വിവരിക്കുന്ന കൽഹണൻ്റെ കൃതി ഏതാണ്? രാജതരംഗിണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഊളാറാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ്? ഊളാർ. ദാൽ തടാകം, ഊളാർ തടാകം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഏത് പ്രദേശത്താണ്? ജമ്മു കാശ്മീരിലാണ്. ദാൽ തടാകം, ഊളാർ തടാകം സ്ഥിതി ചെയ്യുന്ന ഏത് പ്രദേശത്താണ്? ജമ്മു കാശ്മീർ. വൈഷ്ണവ ദേവി ക്ഷേത്രം, ഹസ്രത്ത് ബാൽ പള്ളി, അമർനാഥ് തീർത്ഥാടന കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നവിടെയാണ്? കാശ്മീരിലാണ്. വൈഷ്ണവ ദേവി ക്ഷേത്രം, ഹസ്രത്ത് ബാൽ പള്ളി, അമർനാഥ് തീർത്ഥാടന കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നവിടെയാണ്? കാശ്മീർ. ജമ്മു കാശ്മീരിലെ നൃത്തരൂപങ്ങളാണ് റൌഫ്, ചാക്രി. പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് തിരിച്ചു ചോദിക്കാറുണ്ട്. റൌഫും ചാക്രിയും ഏത് പ്രദേശത്തെ നൃത്തരൂപങ്ങളാണ്? ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട ചുരങ്ങൾ കാരക്കോറം, ബാനിഹാൾ, സിയാലോ. ഓർമ്മിക്കണം, ജമ്മു കാശ്മീരിലെ പ്രധാനപ്പെട്ട പാസ് അല്ലെങ്കിൽ ചുരങ്ങൾ കാരക്കോറം, ബനിഹാൾ, സിയാലോ. കാശ്മീരിൽ അക്ബർ എന്നറിയപ്പെടുന്നത് സൈനുൽ അബിദീനാണ്. കാശ്മീരിൽ അക്ബർ എന്നറിയപ്പെടുന്ന സൈനുൽ അബുദ്ദീൻ. കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്ന ആരാണ്? ഷെയ്ഖ് അബ്ദുള്ളയാണ്. കാശ്മീർ സിംഹം എന്നറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുള്ള. കാശ്മീരിൽ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ്? മെഹബൂബ മുഫ്തിയാണ്. കാശ്മീരിൽ ആദ്യ വനിതാ മുഖ്യമന്ത്രി ആരാണ്? മെഹബൂബ മുഫ്തി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യ കാശ്മീരിക്കാരനാരാണ്? പർവീസ് റസൂലാണ്. ഓർമ്മിക്കണം, പർവീസ് റസൂൽ. ഇനി ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശമായതിനു ശേഷം ആദ്യ ലഫ്റ്റനന്റ് ഗവർണറാണ്? GC മുർസു ആണ്. ഓർമ്മിക്കണം, GC മുർസു. ജമ്മു കാശ്മീരിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണറാണ്? GC മുർസു ആണ്. ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന ഏത് നദീതീരത്താണ്? ചലം നദി. ഇന്ദിരാഗാന്ധി തുലിപ്സ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നവിടെയാണ്? ഓർമ്മിക്കണം, അത് ഇന്ദിരാഗാന്ധി തുലിപ്സ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നവിടെയാണ്? കാശ്മീർ. ഏഷ്യയിലെ ഏറ്റവും വലിയ തുലിപ്സ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി തുലിപ്പ് ഗാർഡനാണ്. അത് ജമ്മു കാശ്മീരിലാണ്. ഇന്ത്യയിലെ ശൈത്യകാല കായിക വിനോദങ്ങളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗുൽമാർഗാണ്. ഇന്ത്യയിലെ ശൈത്യകാല കായിക വിനോദങ്ങളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗുൽമാർഗ്. എവിടെയാണ്? ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റോപ്പ് വേ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഗുൽമാർഗിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള റോപ്പ് വേ സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ഗുൽമാർഗ്. മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന കായിക വിനോദമായ സ്ക്രീമിങ്ങിന് പേരുകെട്ട കാശ്മീരിലെ സ്ഥലം എവിടെയാണ്? ഗുൽമാർഗാണ്. മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന കായിക വിനോദമായ സ്ക്രീമിങ്ങിന്, ഓർമ്മിക്കണം, സ്ക്രീമിങ്ങിന് പേരുകെട്ട കാശ്മീരിലെ സ്ഥലത്തിന് ഗുൽമാർഗ്. ശ്രീനഗറിൻ്റെ പ്രാചീനകാല നാമം അറിയപ്പെടുന്ന പേര് പ്രവരപുരമാണ്. ശ്രീനഗറിൻ്റെ പ്രാചീനകാല നാമം അറിയപ്പെടുന്ന പേര് പ്രവരപുരം. പ്രണയിക്കുന്നവരുടെ പർദീസ എന്നറിയപ്പെടുന്നത് ശ്രീനഗറാണ്. പ്രണയിക്കുന്നവരുടെ പർദീസ എന്നറിയപ്പെടുന്നത് ശ്രീനഗർ.
ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശം നിലവിൽ വന്നത് 2019 ഒക്ടോബർ 31. തലസ്ഥാനം എവിടെയാണ്? ലേ ആണ്. ജില്ലകളുടെ എണ്ണം 2, ലേയും രണ്ടാമത്തത് കാർഗിൽ. ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. ഒഫീഷ്യൽ ലാംഗ്വേജിൽ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഉറുദു. ആദ്യ ലഫ്റ്റനന്റ് ഗവർണർ RK മാത്തൂർ ആണ്. ആദ്യ ലഫ്റ്റനന്റ് ഗവർണർ, ലഡാക്കിലെ ആദ്യ ലഫ്റ്റനന്റ് ഗവർണർ RK മാത്തൂർ. ഇന്ത്യയിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം, വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭ മണ്ഡലം ഏതാണ്? ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോകസഭ മണ്ഡലം ഏതാണ്? ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ഓർമ്മിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പീഠഭൂമി ലഡാക്ക് പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നവിടെയാണ്? ലഡാക്കിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒബ്സർവേറ്ററി സ്ഥിതി ചെയ്യുന്നവിടെയാണ്? ലഡാക്ക്. ടിബറ്റൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം പ്രകടമായി കാണുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. ടിബറ്റൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം പ്രകടമായി കാണുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ലഡാക്ക്. ഓർമ്മിക്കണം, ടിബറ്റൻ സംസ്കാരത്തിൻ്റെ സ്വാധീനം പ്രകടമായി കാണുന്ന ഇന്ത്യൻ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. സൻസ്കാർ മലനിരകൾ ഓർമ്മിക്കണം. സൻസ്കാർ മലനിരകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. സൻസ്കാർ മലനിരകൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈനയും അഫ്ഗാനിസ്ഥാനും. ലഡാക്കുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ചൈന, അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലം ദ്രാസ് ആണ്. ഓർമ്മിക്കുന്നത് അത് ലഡാക്കിലാണ്. ഇന്ത്യയിലെ ഏറ്റവും തണുപ്പേറിയ സ്ഥലം ഏതാണ്? ദ്രാസ്, ലഡാക്ക്. ലഡാക്കിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധു ആണ്. ലഡാക്കിൻ്റെ നട്ടെല്ലെന്നറിയപ്പെടുന്ന നദി ഏതാണ്? സിന്ധു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ദേശീയോദ്യാനം ലഡാക്കിലാണ്. കഴിഞ്ഞ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമിസ് ദേശീയോദ്യാനം എവിടെയാണ്? ലഡാക്ക്. അടുത്ത ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരേ ഒരു നാഷണൽ പാർക്ക് ഏതാണ്? ഹെമിസ് ആണ്. ഹിമാലയത്തിൻ്റെ വടക്ക് ഭാഗത്തുള്ള ഒരേ ഒരു നാഷണൽ പാർക്ക് ഏതാണ്? ഹെമിസ് നാഷണൽ പാർക്ക്. ഹിമപുലികളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പാർക്ക് ഏതാണ്? അത് ഹെമിസ് ആണ്. ഹിമപുലികളെ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു പാർക്ക് അല്ലെങ്കിൽ നാഷണൽ പാർക്ക് ഏതാണ്? അത് ഹെമിസ് നാഷണൽ പാർക്ക്. ചോങ്ടാങ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. ചോങ്ടാങ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കാണ്. ചോങ്ടാങ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്ക്. പ്രധാനപ്പെട്ട ചുരങ്ങൾ സോജില, ചങ്ല, ഹോഡുല, കാർഡിംഗ്ല. ഓർമ്മിക്കണം, കാർഡിംഗ്ല ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് ലഡാക്കിലാണ്. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് സോജില. കാശ്മീർ താഴ്വരയെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില. കാർഗിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? സുരു ആണ്. കാർഗിൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ്? സുരു. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? ലേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ല ഏതാണ്? ലേ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് കുഷക് ബ്രാക്കുള റംബോച്ച് എയർപോർട്ട് ലേയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് ഏതാണ്? കുഷക് ബ്രാക്കുളെ റംബോച്ച എയർപോർട്ട് എവിടെയാണല്ലേ. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി ഏതാണ്? സിയാച്ചിനാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് സിയാച്ചിൻ. സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം നുംബ്രയാണ്. ഓർമ്മിക്കണം, സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്ന നദീതീരം നുംബ്ര. അപ്പോൾ കാർഗിൽ സുരു, സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത് നുംബ്ര. ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? സിയാച്ചിനാണ്. ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? സിയാച്ചിനാണ്. ഭൂമിയിലെ മൂന്നാമത്തെ ധ്രുവം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? സിയാച്ചിൻ. സിയാച്ചിൻ യുദ്ധഭൂമിയിലെത്തിയ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. സിയാച്ചിൻ യുദ്ധഭൂമി സന്ദർശിച്ച ഇന്ത്യയിലെ ആദ്യ രാഷ്ട്രപതി ആരാണ്? APJ അബ്ദുൽ കലാം. സിയാച്ചിൻ യുദ്ധഭൂമി സന്ദർശിച്ച ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. സിയാച്ചിൻ യുദ്ധഭൂമി സന്ദർശിച്ച ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ബാൾട്ടി ഭാഷയിൽ സിയാച്ചിൻ എന്ന പദത്തിൻ്റെ അർത്ഥം റോസാപ്പൂക്കൾ സുലഭം. ഓർമ്മിക്കണം, ബാൾട്ടി ഭാഷയിൽ സിയാച്ചിൻ എന്ന പദത്തിൻ്റെ അർത്ഥം റോസാപ്പൂക്കൾ സുലഭം. ഓപ്പറേഷൻ മേഘദൂത് നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഓപ്പറേഷൻ മേഘദൂത് ഓർമ്മിക്കണം, സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷൻ്റെ പേര് ഓപ്പറേഷൻ മേഘദൂത് 1984. ഓപ്പറേഷൻ മേഘദൂത് നടന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാരാണ്? ഇന്ദിരാഗാന്ധിയാണ്. കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് നിലവിൽ വന്നത് കേന്ദ്രഭരണ പ്രദേശമായ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് നിലവിൽ വന്നത് 1956 നവംബർ 1. തലസ്ഥാനം എവിടെയാണ്? പോർട്ട് ബ്ലെയർ. ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? ബംഗാളിൻ്റെ ഹൈക്കോടതി അല്ലെങ്കിൽ നമ്മുടെ ബംഗ്ലാദേശിൻ്റെ പരിധിയിലാണ് കൊൽക്കത്ത ഹൈക്കോടതി. ഔദ്യോഗിക ഭാഷ ഹിന്ദി, ബംഗാളി. ആകെ ദ്വീപുകളുടെ എണ്ണം 572. ഓർമ്മിക്കണം, ആകെ ദ്വീപുകളുടെ എണ്ണം 572. അതിൽ ജനവാസയോഗ്യമുള്ള ദ്വീപുകളുടെ എണ്ണം 38. ജനസംഖ്യ കൂടുതലുള്ള ദ്വീപ് സൗത്ത് ആൻഡമാനാണ്. ജനസംഖ്യ കൂടുതലുള്ള ദ്വീപ് സൗത്ത് ആൻഡമാൻ. ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് നിക്കോബാറാണ്. ഏറ്റവും വലിയ ദ്വീപ് ഗ്രേറ്റ് നിക്കോബാർ. മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന ഓർമ്മയാണ്. മരതക ദ്വീപിൽ എമറാൾഡ് ഐലൻഡ് അല്ലെങ്കിൽ ബേ ഐലൻഡ് എന്നീ പേരിൽ അറിയപ്പെടുന്നത് ആൻഡമാനാണ്. മരതക ദ്വീപ് അല്ലെങ്കിൽ എമറാൾഡ് ഐലൻഡ് അല്ലെങ്കിൽ ബേ ഐലൻഡ് എന്നീ പേരിൽ അറിയപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം നേരത്തെ ഓർമ്മിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ആയിരുന്നതാണ്. ഇനി അതൊരു ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം.
ഏറ്റവും കൂടുതൽ വിസ്തീർണം വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം, ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം, ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ വനപ്രദേശമുള്ള കേന്ദ്രഭരണ പ്രദേശം. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഓർമ്മിക്കണം, ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം. ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിൻ്റാണ്. ഇന്ത്യൻ യൂണിയൻ്റെ തെക്കേറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിൻ്റ്. ഇന്ദിരാ പോയിൻ്റിൻ്റെ പഴയ പേര് പിഗ്മാലിയൻ പോയിൻ്റ് അല്ലെങ്കിൽ പാഴ്സൺസ് പോയിൻറ്റ്സ് എന്നറിയപ്പെടുന്നത് ഇന്ദിരാ പോയിൻ്റിൻ്റെ പഴയ പേരുകളാണ് ഓർമ്മിക്കണം. ഇന്ദിരാ പോയിൻ്റിൻ്റെ പഴയ പേരുകൾ പിഗ്മാലിയൻ പോയിൻ്റ് അല്ലെങ്കിൽ പാഴ്സൺസ് പോയിൻ്റ്. ഇന്ദിരാ പോയിൻ്റ് അല്ലെങ്കിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗ്രേറ്റ് നിക്കോബാറിലാണ് ഓർമ്മിക്കണം. ഇന്ദിരാ പോയിൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഗ്രേറ്റ് നിക്കോബാർ. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? അത് ഇന്ദിരാ പോയിൻ്റാണ്. ഭൂമധ്യരേഖയുടെ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ പ്രദേശം ഏതാണ്? ഇന്ദിരാ പോയിൻ്റ്. ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഓർമ്മിക്കണം, സാഡിൻ പീക്കാണ് ഓർമ്മിക്കണം. ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? സാഡിൻ പീക്ക്. ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ ഏറ്റവും വലിയ ദ്വീപ് നോർത്ത് ആൻഡമാനാണ്. ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? നോർത്ത് ആൻഡമാൻ. ആൻഡമാനിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ദ്വീപ് സൗത്ത് ആൻഡമാനാണ്. ആൻഡമാനിൽ ഏറ്റവും ജനസംഖ്യയുള്ള ദ്വീപ് സൗത്ത് ആൻഡമാൻ. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. കാലാപാനി എന്ന കുപ്രസിദ്ധി നേടിയ ജയിലാണ്, അത് സെല്ലുലാർ ജയിലാണ്. കാലാപാനി എന്ന് കുപ്രസിദ്ധി നേടിയ ജയിലാണ് സെല്ലുലാർ ജയിൽ. അടുത്ത വീർ സവാർക്കർ ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? പോർട്ട് ബ്ലെയറിലാണ്. അപ്പോൾ പോർട്ട് ബ്ലെയർ വിമാനത്താവളത്തിൻ്റെ പുതിയ പേര് VD സവർക്കർ എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കായി സ്ഥിതി ചെയ്യുന്ന മേജർ പോർട്ട് അത് പോർട്ട് ബ്ലെയർ ആണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ 13ാമത്തെ മേജർ പോർട്ട് ഏതാണ്? അത് പോർട്ട് ബ്ലെയർ. ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് NH 223 ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്നത് NH 223. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാൻ പിടിച്ചെടുത്ത ഷഹീദ് സ്വരാജ് ദ്വീപുകൾ എന്ന പേര് നൽകിയത് പ്രദേശം എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. ആ പേര് കൊടുത്തത് സുഭാഷ് ചന്ദ്രബോസാണ്. ഗ്രേറ്റ് നിക്കോബാർ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം, ഗ്രേറ്റ് നിക്കോബാർ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻഡമാനിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻഡമാൻ. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻഡമാൻ നിക്കോബാറിലാണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. മൗണ്ട് ഹാരിയറ്റ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഓർമ്മിക്കണം, മൗണ്ട് ഹാരിയറ്റ് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ആൻഡമാന് തൊട്ടടുത്തുള്ള വിദേശ രാജ്യം ഏതാണ്? മ്യാൻമാർ. ആൻഡമാന് തൊട്ടടുത്തുള്ള വിദേശ രാജ്യം ഏതാണ്? മ്യാൻമാർ. നിക്കോബാറിന് തൊട്ടടുത്തുള്ള വിദേശ രാജ്യം ഇന്തോനേഷ്യ. അപ്പോൾ ആൻഡമാനും നിക്കോബാറിനും രണ്ട് മാറിപ്പോൾ. ആൻഡമാൻ്റെ അടുത്ത് മ്യാൻമാറും നിക്കോബാറിൻ്റെ അടുത്ത് ഇന്തോനേഷ്യയുമാണ് ഓർമ്മിക്കണം. നിക്കോബാറിൻ്റെ അടുത്ത് ഇന്തോനേഷ്യ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ സുനാമിയെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ സീ വേവ്സ് ആണ് ഓർമ്മിക്കണം. ഓപ്പറേഷൻ സീ വേവ്സ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ സുനാമിയെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ സീ വേവ്സ് ഓർമ്മിക്കണം. ഓപ്പറേഷൻ സീ വേവ്സ്. ലിറ്റിൽ ആൻഡമാനെയും സൗത്ത് ആൻഡമാനെയും വേർതിരിക്കുന്നത് ഡങ്കൺ പാസേജ് ആണ്. ലിറ്റിൽ ആൻഡമാനെയും സൗത്ത് ആൻഡമാനെയും വേർതിരിക്കുന്നത് ഡങ്കൺ പാസേജ്. ആൻഡമാനെയും നിക്കോബാറേയും വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. അപ്പോൾ ലിറ്റിൽ ആൻഡമാനെയും സൗത്ത് ആൻഡമാനെയും വേർതിരിക്കുന്നത് ഡങ്കൺ പാസേജും ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്നത് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടലെടുക്ക് ഏതാണ്? അത് 10 ഡിഗ്രി ചാനലാണ്. ഇന്ത്യയിലേക്ക് സജീവ അഗ്നിപർവ്വതം ബാരൻ ദ്വീപ്. ഇന്ത്യയിലേക്ക് സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ദ്വീപാണ്. അപ്പോൾ ലിറ്റിൽ ആൻഡമാനെയും സൗത്ത് ആൻഡമാനെയും വേർതിരിക്കുന്നത് ഡങ്കൺ പാസേജും ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടലെടുക്ക് ഏതാണ്? അത് 10 ഡിഗ്രി ചാനൽ. ഇന്ത്യയിലേക്ക് സജീവ അഗ്നിപർവ്വതം ഏതാണ്? ബാരൻ ദ്വീപ്. നാർക്കൊണ്ടം നിർജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് ആൻഡമാനിലാണ് ഓർമ്മിക്കണം. നാർക്കൊണ്ടം നിർജീവ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശത്തിന് ആൻഡമാൻ നിക്കോബാർ ദ്വീപ്. ജാരവ, ഓങ്കി എന്നീ ഓങ്കാസ് എന്നൊക്കെ പറയപ്പെടുന്ന ഓങ്കി ആദിവാസി വിഭാഗങ്ങൾ കാണപ്പെടുന്നത് ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണ്? അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണ്. ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമായി നിലവിൽ വന്നത് 1956 നവംബർ 1 ഓർമ്മിക്കണം. ചണ്ഡീഗഡ് കേന്ദ്രഭരണ പ്രദേശമായത് 1966 നവംബർ 1. ഇത് ഓർമ്മിക്കണം. ഏത് സ്റ്റേറ്റിൻ്റെ? പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം ഓർമ്മിക്കണം. ഇന്ത്യയുടെ വടക്ക് ഭാഗത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശം. അപ്പോൾ നമ്മൾ പറഞ്ഞ പഴയ കാര്യം ഓർമ്മിച്ചോർത്ത് ലഡാക്കിൻ്റെ കാര്യം മറക്കരുത്. ഹരിയാനയും പഞ്ചാബിനെയും പൊതു ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡാണ്. പഞ്ചാബിൻ്റെയും ഹരിയാനയുടെയും പൊതു തലസ്ഥാനം എന്നറിയപ്പെടുന്ന ചണ്ഡീഗഡ്. 2 രാജ്ഭവനുകളുള്ള ഇന്ത്യൻ നഗരം. 2 രാജ്ഭവനുള്ള ഇന്ത്യൻ നഗരം ഏതാണ്? ചണ്ഡീഗഡ്. 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം. 3 ഭരണഘടകങ്ങളുടെ ആസ്ഥാനമായ ഏക ഇന്ത്യൻ നഗരം. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരം എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ലേ കോർബുസിയർ ആണ്. രാജ്യം ഫ്രാൻസ് ആണ് ഓർമ്മിക്കണം. ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രിത നഗരം എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് നഗരത്തിൻ്റെ ശില്പി ലേ കോർബുസിയർ, രാജ്യം ഫ്രാൻസ്. ഒരിക്കലും മറക്കരുത്, ലേ കോർബുസിയർ, രാജ്യം ഫ്രാൻസ്. ഇന്ത്യയിൽ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചണ്ഡീഗഡ്. റോക്ക് ഗാർഡൻ രൂപകൽപ്പന ചെയ്താണ് നേക് ചന്ദാണ്. റോക്ക് ഗാർഡൻ ചണ്ഡീഗഡിലെ
റോക്ക് ഗാർഡൻ രൂപകൽപ്പന ചെയ്തതാണ് നേക് ചാന്ദ്. ഇന്ത്യയിലെ ബ്യൂട്ടിഫുൾ സിറ്റി എന്നറിയപ്പെടുന്നതാണ് ചണ്ഡീഗഡ്. റോസ് നഗരം എന്നറിയപ്പെടുന്നതാണ് ചണ്ഡീഗഡാണ്. ബ്യൂട്ടിഫുൾ സിറ്റി കഴിഞ്ഞ LDCയുടെ ക്വസ്റ്റൻ ആണ്. അപ്പോൾ റോസ് നഗരം എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ സാക്കിർ റോസ് ഗാർഡൻ ചണ്ഡീഗഡാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ ഏതാണ്? സാക്കിർ റോസ് ഗാർഡൻ ചണ്ഡീഗഡ്. ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി നിരോധിത നഗരം ഇന്ത്യയിലെ ആദ്യത്തെ പുകവലി നിരോധിത നഗരം എന്നറിയപ്പെടുന്നതാണ് ചണ്ഡീഗഡ്. അന്താരാഷ്ട്ര ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചണ്ഡീഗഡ്. അന്താരാഷ്ട്ര ഡോൾസ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ്? സുഖ്ന തടാകം. പരീക്ഷയുടെ പ്രീവിയസ് ആണ്. സുഖ്ന തടാകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചണ്ഡീഗഡ്. ഓപ്പറേഷൻ മൊഹാലി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ചണ്ഡീഗഡ്. ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എവിടെയാണ്? കവരത്തി. ലക്ഷദ്വീപ് നിലവിൽ വന്നതിൽ കേന്ദ്രഭരണ പ്രദേശമായത് 1956 നവംബർ 1. ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? കേരള ഹൈക്കോടതിയായ എറണാകുളത്തിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ കൊച്ചിയിൽ. ഓർമ്മിക്കണം, ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ഹൈക്കോടതി. ഔദ്യോഗിക ഭാഷ ഏതാണ്? മലയാളം. ഓർമ്മിക്കണം, ഔദ്യോഗിക ഭാഷ ഏതാണ്? മലയാളം. ഔദ്യോഗിക മത്സ്യം ഏതാണ്? ബട്ടർഫ്ലൈ ഫിഷ് ആണ്. ഓർമ്മിക്കണം, ബട്ടർഫ്ലൈ ഫിഷ്. 1964 വരെ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എവിടെയാണ്? കോഴിക്കോട്. പരീക്ഷയുടെ പ്രീവിയസ് ആണ്. 1964 വരെ ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം എവിടെയാണ്? കോഴിക്കോട്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്ത്. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്? ആന്ത്രോത്ത്. ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ബിത്രയാണ്. ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ്? ബിത്ര. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഓർമ്മിക്കണം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ഏതാണ്? ലക്ഷദ്വീപാണ്. ഏറ്റവും കുറച്ച് വോട്ടർമാരുള്ള ലോകസഭാ മണ്ഡലം ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ ദ്വീപുകളുടെ എണ്ണം 36. ലക്ഷദ്വീപിലെ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം 10. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഓർമ്മിക്കണം. അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം അല്ലെങ്കിൽ കേരളവുമായി അടുത്ത് സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ഉഷ്ണമേഖല പർദീസ എന്നറിയപ്പെടുന്ന പ്രദേശത്താണ് ലക്ഷദ്വീപാണ്. ഉഷ്ണമേഖല പർദീസ എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപ്. അടുത്ത ചിറക്കൽ രാജകുടുംബത്തിൻ്റെ അധീനതയിലായിരുന്ന കേന്ദ്രഭരണ പ്രദേശം കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ലക്ഷദ്വീപിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മാലദ്വീപാണ്. ലക്ഷദ്വീപിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? മാലദ്വീപ്. അതുപോലെ തെങ്ങോല ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ ഫ്ലാഗിലാണ് ആലേഖനം ചെയ്തിട്ടുള്ളത്? ലക്ഷദ്വീപാണ്. തെങ്ങോല ഏത് കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ പതാകയിലാണ് ആലേഖനം ചെയ്തിട്ടുള്ള? ലക്ഷദ്വീപ്. മാലദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷയായ ദിവേഹി ഓർമ്മിക്കണം. ദിവേഹി അല്ലെങ്കിൽ മഹൽ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപാണ്. മാലദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷയായ ദിവേഹി അല്ലെങ്കിൽ മഹൽ ഭാഷ സംസാരിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ്. അത് എവിടെയാണ്? അത് ജില്ലയിലാണ് മിനിക്കോയിലാണ്. 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ ഏറ്റവും മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം 2011 സെൻസസ് പ്രകാരം സാക്ഷരതയിൽ ഏറ്റവും മുന്നിലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. അതുപോലെ കേരളം കഴിഞ്ഞാൽ ഏറ്റവും സാക്ഷരത കൂടിയ പ്രദേശം 100% സാക്ഷരത നേടിയ ആദ്യ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ്. കേരള ഹൈക്കോടതിക്ക് പുറത്ത് ഓർമ്മിക്കണം, കേരള ഹൈക്കോടതിക്ക് പുറത്ത് അധികാര പരിധിയുള്ള സ്ഥലം, കേരളത്തിന് പുറത്ത് അധികാരമുള്ള പ്രദേശമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളുമായി മിനിക്കോയ് ദ്വീപിനെ ബന്ധിപ്പിക്കുന്നതാണ് 9 ഡിഗ്രി ചാനലാണ്. ലക്ഷദ്വീപിലെ മറ്റ് ദ്വീപുകളുമായി മിനിക്കോയ് ദ്വീപിനെ വേർതിരിക്കുന്നതാണ് 9 ഡിഗ്രി ചാനൽ. പ്രതിശീർഷ മത്സ്യലഭ്യത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ പ്രദേശം, കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലക്ഷദ്വീപ്. ബംഗാരം, കവരത്തി, മിനിക്കോയ്, അഗത്തി എന്നീ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസുകൾ എവിടെയാണ്? അത് ലക്ഷദ്വീപ്. ബംഗാരമൊക്കെ നമ്മുടെ പ്രീവിയസ് ആണ്. ബംഗാരം, കവരത്തി, മിനിക്കോയ്, അഗത്തി എന്നീ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ലക്ഷദ്വീപിലാണ്. നാഗർ ഹവേലി, ദാമൻ ദിയു ലയിപ്പിച്ച് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയത് 2019 ഡിസംബർ 9. രണ്ടും ഡേറ്റ് മറന്നു വരുത്. ദാദ്ര നാഗർ ഹവേലിയും ദാമൻ ദിയുവിനെ ലയിപ്പിച്ച് ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറിയത് 2019 ഡിസംബർ 9. ആസ്ഥാനം എവിടെയാണ്? ദാമൻ. ഹൈക്കോടതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബോംബെ. 1987 57ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശത്താണ് ദാമൻ ദിയാണ്. 1987 57ാം ഭേദഗതി പ്രകാരം രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശത്താണ് ദാമൻ ദിയു. ഗോവയിൽ നിന്ന് വേർപെടുത്തിയത് 1987. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായിരുന്ന ദാമൻ ദിയു ഇന്ത്യയുടെ ഭാഗമായി മാറിയ വർഷം 1961. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായിരുന്ന ദാമൻ ദിയു ഇന്ത്യയുടെ ഭാഗമായി മാറിയ വർഷം 1961. അപ്പോൾ ദാമൻ ദിയു ഏതിൻ്റെ അധിനിവേശമായിരുന്നു നമുക്ക് പഠിക്കാം. പോർച്ചുഗീസിൻ്റെ അധിനിവേശമായിരുന്ന ദാമൻ ദിയു ഇന്ത്യയുടെ ഭാഗമായ വർഷം 1961. ദേവക് ബീച്ച്, നഗോവ ബീച്ച് എന്നിവ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ദാമൻ ദിയുവിലാണ്. ദേവക് ബീച്ച്, നഗോവ ബീച്ച് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ദാമൻ ദിയു. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായിരുന്നതാണ് ഓർമ്മിക്കണം ദാദ്ര നാഗർ ഹവേലിയാണ്. പോർച്ചുഗീസ് അധിനിവേശ പ്രദേശമായിരുന്ന ദാദ്ര നാഗർ ഹവേലി.
ദാദ്ര നഗർ ഹവേലി ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമായ വർഷം 1961. ദാദ്ര സ്ഥിതി ചെയ്യുന്നത് ഓർമ്മിക്കണം, ദാദ്ര സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലും നാഗർ ഹവേലി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലും. രണ്ടും അടുത്തടുത്താണ് ഓർമ്മിക്കണം. ദാദ്ര സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലും നാഗർ ഹവേലി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ദാദ്ര നഗർ ഹവേലിയിലാണ്. ട്രൈബൽ കൾച്ചറൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ദാദ്ര നഗർ ഹവേലി. ഭൂതാനി തടാകം, വാൻഗംഗ തടാകം, വൻവിഹാർ പൂന്തോട്ടം എന്നിവ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ദാദ്ര നഗർ ഹവേലിയിലാണ്. ഓർമ്മിക്കണം, ഭൂതാനി തടാകം, വാൻഗംഗ തടാകം, വൻവിഹാർ പൂന്തോട്ടം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ദാദ്ര നാഗർ ഹവേലിയിലാണ്. തെക്കേ ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനം വ്യാപിച്ചിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? പോണ്ടിച്ചേരിയിലെ പുതുച്ചേരി. തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനം വ്യാപിച്ചിടക്കുന്ന കേന്ദ്രഭരണ പ്രദേശം പോണ്ടിച്ചേരിയിലെ പുതുച്ചേരി. കേരളത്തിൽ കാണപ്പെടുന്ന പ്രദേശം പുതുച്ചേരിയുടെ ഭാഗമായി കാണപ്പെടുന്ന പ്രദേശം മാഹി. ആന്ധ്രയിലാണെങ്കിൽ യാനം, തമിഴ്നാട്ടിലാണെങ്കിൽ കാരക്കൽ. ഓർമ്മിക്കണം, തമിഴ്നാട്ടിൽ കാരക്കൽ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? മാഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. കണ്ണൂർ ജില്ലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുതുച്ചേരിയുടെ ഭാഗം ഓർമ്മിക്കണം, കണ്ണൂർ ജില്ലയ്ക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന പുതുച്ചേരിയുടെ ഭാഗം അല്ലെങ്കിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന പോണ്ടിച്ചേരിയുടെ ഭാഗം ഏതാണ്? മാഹി. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? മാഹിയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏതാണ്? മാഹി. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന, പ്രീവിയസ് ആണ്, വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? IK കുമാരൻ മാസ്റ്റർ. മാഹിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. ഓർമ്മിക്കണം, മാഹിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴയാണ്. ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മയ്യഴിപ്പുഴ. ഇന്ത്യയിലെ ഫ്രഞ്ച് സംസ്കാരം നിലനിന്നിരുന്ന കേന്ദ്രഭരണ പ്രദേശം, ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ്, അതാണ് പോണ്ടിച്ചേരി. 1673 ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരിയിൽ ആധിപത്യം സ്ഥാപിച്ചു. ഓർമ്മിക്കണം, ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരിയിൽ ആധിപത്യം സ്ഥാപിച്ചത് ഏത് വർഷം? 1673. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് 1754 പോണ്ടിച്ചേരി ഉടമ്പടിയാണ്. ഓർമ്മിക്കണം, രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് 1754 ഒപ്പുവെച്ചത് പോണ്ടിച്ചേരിയിലാണ്. 1954 ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന്, ഓർമ്മിക്കണം, പോണ്ടിച്ചേരിയിൽ നിന്ന് മോചിപ്പിച്ചു, അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ പോണ്ടിച്ചേരിയിൽ നിന്ന് വിടവാങ്ങിയ വർഷം, അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ നിന്ന് വിടവാങ്ങിയ വർഷം 1954. പോണ്ടിച്ചേരി പുതുച്ചേരി ആയത് നമ്മളുടെ പഴയ ഒരു സെക്രട്ടേറിയറ്റ് ചോദ്യമാണ്. 2006 പോണ്ടിച്ചേരി പുതുച്ചേരി ആയത് 2006. ഏത് ഹൈക്കോടതിയുടെ പരിധിയിലാണ്? മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ. പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം, ഓർമ്മിക്കണം, പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം. പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം, ഓർമ്മിക്കണം, പട്ടികജാതിക്കാർ കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം പോണ്ടിച്ചേരി. ജോവൻ ഓഫ് ആർക്ക് സ്ക്വയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുതുച്ചേരിയാണ്. ജോവൻ ഓഫ് ആർക്ക് സ്ക്വയർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പുതുച്ചേരി. സ്വന്തമായി നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശം, സ്വന്തമായി നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പോണ്ടിച്ചേരിയും ഡൽഹിയുമാണ്. ഇനി ഡൽഹി കേന്ദ്രഭരണ പ്രദേശമായ വർഷം 1956. ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായി പ്രഖ്യാപിച്ച വർഷം 1992. ഡൽഹിയെ ദേശീയ തലസ്ഥാന പ്രദേശമായി പ്രഖ്യാപിച്ച വർഷം 1992. ഭരണഘടനയുടെ 69ാം ഭേദഗതി പ്രകാരം ഡൽഹിക്ക് കിട്ടിയ പ്രത്യേകതയാണ്, ഓർമ്മിക്കുന്ന, തലസ്ഥാന കേന്ദ്രഭരണ പ്രദേശം. ഓർമ്മിക്കുന്ന, തലസ്ഥാന കേന്ദ്രഭരണ പ്രദേശം. സ്വന്തമായി ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം, സ്വന്തമായി ഹൈക്കോടതിയുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം. ഡൽഹിയിൽ എത്ര ലോകസഭാ സീറ്റുണ്ട്? 7. രാജ്യസഭാ സീറ്റാണെങ്കിൽ 3. ഓർമ്മിക്കണം, ഡൽഹിയിൽ എത്ര ലോകസഭാ സീറ്റുണ്ട്? 7. രാജ്യസഭാ സീറ്റ് 3. അങ്ങനെ പാർലമെൻ്ററി സീറ്റ് എത്രയുണ്ട്? 10 ഉണ്ട്. ഓർമ്മിക്കണം, പാർലമെൻറ്റ് സീറ്റ് 10. ഡൽഹിയിലെ നിയമസഭാ സീറ്റ് എത്രയുണ്ട്? 70 ഉണ്ട്. ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1911, മാറ്റിയ വർഷം 1912 ഡൽഹിയെ ഇന്ത്യയുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1900, അല്ലെങ്കിൽ പ്രഖ്യാപനം നടന്ന വർഷം 1911, മാറ്റിയ വർഷം 1912. ഈ നിയമസഭയിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് നടന്നത് 1993. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ നടന്നത് എവിടെ വെച്ചാണ്? ഡൽഹിയിലാണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കോൺഫറൻസ് ഗാന്ധിജിയുടെ അധ്യക്ഷതയിൽ നടന്നത് ഡൽഹി, വർഷം 1920. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച ബിർള ഹൗസ് എവിടെയാണ്? 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 ഗാന്ധിജി എവിടെ വെച്ചാണ് വെടിയേറ്റ് മരിച്ചത്? ഡൽഹിയിലെ ബിർള ഹൗസ്. ഇന്ത്യയിൽ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ആർക്കിയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹി. ഡൽഹി ആക്രമിക്കാൻ ബാബറെ ക്ഷണിച്ചതാണ് ദൗലത് ഖാൻ ലോധിയാണ്. ഓർമ്മിക്കണം, ഡൽഹി ആക്രമിക്കാൻ ബാബർ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചത് ദൗലത് ഖാൻ ലോധി. ബാബർ ഇന്ത്യയിലെത്തിയ വർഷം 1524 ഒന്നാം പാനിപ്പട്ട് 1526. ലാഹോറിന് പകരം ഡൽഹി തലസ്ഥാനമാക്കിയ ഭരണാധികാരി ഇൽത്തുമിഷാണ്. ലാഹോറിന് പകരം ഡൽഹി തലസ്ഥാനമാക്കിയ ഭരണാധികാരി ഇൽത്തുമിഷ്. ഒന്നാം തറൈൻ യുദ്ധം 1191, 2192. രണ്ടാം തറൈൻ യുദ്ധം ഡൽഹിയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ടത് ഓർമ്മിക്കണം. ഡൽഹിയിൽ മുസ്ലിം ഭരണത്തിന് അടിത്തറയിട്ട് ഓർമ്മിക്കണം. ഫസ്റ്റ് തറൈൻ വാർ 1191, സെക്കൻഡ് 1192. ഡൽഹിയിൽ മുസ്ലിം ഭരണത്തിന് തുടക്കമിട്ടത് രണ്ടാം തറൈൻ യുദ്ധം. കുത്തബ് മിനാർ, തിഹാർ ജയിൽ, ലോട്ടസ് ടെമ്പിൾ, ഖുനി ദർവാസ, ചാന്ദിനി ചൗക്ക്, ചാർമിനാർ. ഓർമ്മിക്കണം, ചോർമിനാർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. ചാർമിനാർ ഹൈദരാബാദിലും
ചോർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലുമാണ്. അപ്പോൾ ചാർമിനാർ ഹൈദരാബാദ്, ചോർമിനാർ സ്ഥിതി ചെയ്യുന്നത് ഡൽഹി. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരം ഡൽഹിയിലും കേരളത്തിൽ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ചത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കപ്പെട്ട നഗരം ഡൽഹി. കേരളത്തിൽ ആദ്യത്തെ വനിതാ പോസ്റ്റ് ഓഫീസ് ആരംഭിച്ച നഗരമാണ് തിരുവനന്തപുരം. ഇന്ത്യയിൽ ആദ്യത്തെ ഫുഡ് ബാങ്ക് ആരംഭിച്ച നഗരം ഏതാണ്? ഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആസ്ഥാനമായ മാനവ് അധികാർ ഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹി. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനമായ ഓഗസ്റ്റ് ക്രാന്തി ഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആസ്ഥാനമായ ആഗസ്റ്റ് ക്രാന്തി ഭവൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനം നിർവാചൻ സദൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദൻ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹി. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ഹബ്ബ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹിയിലാണ്. ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ്യൽ ഹബ്ബ് സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഡൽഹി. ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം എവിടെയാണ്? ഡൽഹിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ച നഗരം ഏതാണ്? ഡൽഹിയാണ്. പാർലമെൻറ്റ് മന്ദിരം പണിയെടുപ്പിച്ചത് 1927-ലും രാഷ്ട്രപതി മന്ദിരം പണിയെടുപ്പിച്ച വർഷം 1929. ഓർമ്മിക്കണം, ഡൽഹിയിൽ പാർലമെൻറ്റ് മന്ദിരം 1927, രാഷ്ട്രപതി മന്ദിരം പണിയെടുപ്പിച്ച വർഷം 1929. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവൻ അറിയപ്പെടുന്ന പേര് ലഫ്റ്റനൻറ്റ് ഗവർണർ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഭരണത്തലവൻ അറിയപ്പെടുന്ന പേര് ലഫ്റ്റനൻറ്റ് ഗവർണർ. സ്വന്തമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ പോണ്ടിച്ചേരിയും ഡൽഹിയുമാണ്. സ്വന്തമായി മുഖ്യമന്ത്രിമാരുള്ള അല്ലെങ്കിൽ CMOമാരുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഡൽഹിയും പുതുച്ചേരിയുമാണ്, അല്ലെങ്കിൽ പോണ്ടിച്ചേരിയുമാണ്.